കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിതയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. ഷിംജിത കേരളത്തിന് പുറത്തു പോയതായാണ് നിഗമനം. സമൂഹ മാധ്യമങ്ങളിലെ ലൈംഗിക അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. പ്രതി ചേർത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷിംജിതയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഷിംജിത കേരളം വിട്ടതായാണ് പോലീസിന്റെ നിഗമനം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം പോലീസിന്റെ അന്വേഷണത്തിൽ ദീപകിന്റെ കുടുംബം അതൃപ്തി രേഖപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ ഷിംജിതയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പിന്നീട് ഇവരെ നിരീക്ഷിച്ചില്ല എന്നാണ് ആരോപണം. CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബും കുടുംബത്തെ സന്ദർശിച്ചു. അതിനിടെ രാഹുൽ ഈശ്വർ ദീപകിന്റെ മാതാപിതാക്കളെ സന്ദർശിച്ചു. കുടുംബത്തിന് ഇവർ 3 ലക്ഷം രൂപ കൈമാറി. ദീപക് ആത്മഹത്യ ചെയ്ത ജനുവരി 17 ഇനി മുതൽ പുരുഷാവകാശ ദിനമായി ആചരിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ജനുവരി 17 ഇദ്ദേഹത്തിന്റെ ജന്മദിനം. ആ ദിവസം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അവസാനത്തിലേക്കും പോകാൻ ദൗർഭാഗ്യവശാൽ സംഭവം ഉണ്ടായത്. അപ്പോൾ ജനുവരി 17 കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായിട്ട് ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിടെ പുരുഷന്മാർക്കായി പ്രത്യേക ആപ്പ് രാഹുൽ ഈശ്വർ പുറത്തിറക്കി. ഹോമീസ് മെൻ കി ബാത്ത് എന്ന പേരിലാണ് ആപ്പ് പുറത്തിറക്കിയത്. മീഡിയ 1 കോഴിക്കോട്.